ദേവി അങ്ങനെ 1000 കണ്ണുകളിൽ കൂടി ആ കണ്ണുനീരൊഴുക്കി പ്രപഞ്ചത്തെ വീണ്ടും ഉദ്ധരിച്ചു കൊണ്ടുവന്ന ദേവിയെ അങ്ങനെ ചെയ്തതുകൊണ്ട് ദേവിക്ക് ശതാക്ഷി എന്നൊരു പേരുണ്ടായി. ആ നൂറുകണക്കിന് കണ്ണുകളിൽ കൂടി ഈ കാരുണ്യത്തിൻ്റെ ഉറവ പൊട്ടി ഒഴുകുന്നുണ്ട്. മാത്രമല്ല അങ്ങനെ ആ മഴയെല്ലാം പെയ്തു ലോകത്തിൽ ധാരാളം സസ്യശ്യാമള കോമളമായ ധാരാളം പ്രകൃതി വിഭവങ്ങളുണ്ടായി. അപ്പം അങ്ങനെ അനേകം പച്ചക്കറികളും പഴങ്ങളും എല്ലാം ഈ ദാരിദ്ര്യം മാറാൻ വേണ്ടി, കഷ്ടപ്പാട് മാറാൻ വേണ്ടി ലോകത്തിന് നൽകിയതുകൊണ്ട് ദേവിക്ക് ശാകംഭരി എന്നൊരു പേരുണ്ടായി. ശാകങ്ങളെന്ന് പറഞ്ഞാൽ പച്ചക്കറികളെന്നർത്ഥം. അങ്ങനെ പച്ചക്കറികളും പഴങ്ങളെല്ലാം നൽകിയതുകൊണ്ട് ദേവിക്ക് ശാകംഭരി എന്നൊരു പേര് കിട്ടി. അപ്പോൾ ആദ്യം ദേവി ചെയ്തത് എന്താണ്? ഈ കഷ്ടപ്പെടുന്ന ജനങ്ങളുടെ കഷ്ടപ്പാട് മാറ്റുക. അത് കഴിഞ്ഞിട്ട് അസുരൻ്റെ കാര്യം ശ്രദ്ധിക്കാൻ പോയുള്ളൂ. ആദ്യം ഈ ദുഃഖങ്ങൾ മാറ്റിയ ജനങ്ങളുടെ, അതല്ലേ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വാസ്തവത്തിൽ. അമ്മ ഇപ്പോൾ ഒരു സാമൂഹ്യ പരിവർത്തനം ഇതുവരെ നമ്മൾ അമ്മയുടെ ചരിത്രം നോക്കി കഴിഞ്ഞാൽ വലിയ സാമൂഹ്യ പരിവർത്തനമൊക്കെ സംഭവിച്ചു നമുക്ക് പറയാൻ പറ്റത്തില്ല. ചെറിയ തോതിലൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. പക്ഷേ അമ്മ അന്ന് തൊട്ട് ശരീരം എടുത്ത സമയം തൊട്ട് കുട്ടിക്കാലം തൊട്ട് അമ്മ ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റുള്ളവരുടെ ദുഃഖത്തിന് തന്നെ കൊണ്ട് എന്ത് ശാന്തി കൊടുക്കാൻ പറ്റും, അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വ്രതം തന്നെ. സ്കൂളിൽ പോലും കുട്ടിയായിട്ട് 1ാം ക്ലാസ്സിൽ 2ാം ക്ലാസ്സിൽ പോകുന്ന സമയത്ത് പോലും ക്ലാസ്സിൽ ഏതെങ്കിലും കുട്ടികൾ തെറ്റ് ചെയ്യുകയാണെങ്കിൽ ഉടനെ അതിൻ്റെ ആ തെറ്റ് താരാണ് ചെയ്തതെന്ന് ഏറ്റു പറഞ്ഞ് അതിനുള്ള ശിക്ഷയെല്ലാം വാങ്ങിക്കുന്നതായിരുന്നു നമുക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം. അപ്പോൾ ആദ്യം അധ്യാപകരൊക്കെ ഇങ്ങനെ ശിക്ഷ കൊടുത്തിരുന്നു. പിന്നെ നോക്കിയപ്പോൾ എല്ലാ തെറ്റുകളും ചെയ്യുന്ന ഒരൊറ്റ കുട്ടിയാണ്. ഇതെങ്ങനെ സംഭവിക്കും? സകല കുറ്റങ്ങളും എപ്പോഴും ഏറ്റു പറയുന്നത് ഒരൊറ്റ കുട്ടിയാണ്. അപ്പോൾ അവർ അന്വേഷിച്ചു തുടങ്ങിയപ്പോഴത്തേക്കും അവർക്ക് മനസ്സിലായി അമ്മ ചുമ്മാ കള്ളം പറയുകയാണ്, വാസ്തവത്തിൽ തെറ്റുകൾ ഇന്ന് മറ്റു കുട്ടികളൊക്കെയാണ്. അപ്പോൾ പിന്നെ അവർ അമ്മയുടെ തന്നെ ചോദിച്ചു, നീ എന്തിനാണ് ഇതെല്ലാ തെറ്റും ഏറ്റു പറയുന്നത്? നീ എന്താണ് എല്ലാ തെറ്റിനും ശിക്ഷ വാങ്ങിക്കുന്നത്? അപ്പം പറഞ്ഞാൽ എനിക്ക് സന്തോഷമാണ്. അവർക്ക് വേണ്ടി, അല്ലെങ്കിൽ അവർ ശിക്ഷ അനുഭവിക്കേണ്ട, ആ ശിക്ഷ അവർക്ക് അത്രയും ഒരു വേദന അവർ കുറച്ച് കിട്ടിയാൽ അതെനിക്ക് സന്തോഷം. അവർക്ക് വേണ്ടി ഞാൻ തല്ല് കൊണ്ടോളാം, കുഴപ്പമില്ല. പക്ഷേ എന്നാലും അവർക്ക് ആ വേദന അനുഭവിക്കേണ്ടല്ലോ. അവർ കുഞ്ഞായിരിക്കുന്ന സമയത്ത് 2ലും 3ലൊക്കെ പഠിക്കുന്ന സമയത്ത് അമ്മ ചെയ്ത കാര്യങ്ങളാണ് പറയുന്നത്. അന്ന് തൊട്ട് ഇന്ന് വരെ, ഈ നിമിഷം വരെയും അമ്മ മറ്റുള്ളവരുടെ ദുഃഖത്തെക്കുറിച്ചേ ചിന്തിച്ചിട്ടുള്ളൂ, അതിനെ എങ്ങനെ മാറ്റാമെന്നേ ചിന്തിച്ചിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു ദേവിയുടെ അവതാരം എന്ന് പറഞ്ഞ് പുരാണങ്ങളിൽ എഴുതി വെച്ച കഥ, ഇത് ഈ അമ്മയൊക്കെ ശരീരം എടുക്കുന്നതിന് എത്രയോ മുമ്പ് എഴുതി വെച്ച കഥയാണ്. അതേപോലെയല്ല ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ അമ്മ നമ്മളെ പ്രധാനമായിട്ട് പഠിപ്പിക്കുന്നത് എന്താണ്? അമ്മ പലപ്പോഴും ബ്രഹ്മസ്ഥാന ഉത്സവത്തിനൊക്കെ വരുമ്പം ആൾക്കാർക്ക് കൊടുക്കുന്ന പ്രസാദം എന്ന് പറഞ്ഞാൽ പച്ചക്കറി വിത്താണ്. അമ്മ കൊടുത്ത പച്ചക്കറി വിത്ത് നട്ട് വളർത്തി അതുകൊണ്ട് അമ്മയ്ക്ക് മുമ്പിൽ സമർപ്പിക്കുമ്പോൾ അതിൽ നിന്ന് 2 കായോ മറ്റോ അമ്മയ്ക്ക് കൊണ്ട് സമർപ്പിക്കുമ്പോൾ അമ്മ പറയുന്നത് എനിക്കൊരു നിധി കിട്ടിയാൽ പോലും ഇത്ര സന്തോഷം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അമ്മ കൊണ്ട് പണം കൊണ്ട് സമർപ്പിക്കുന്നതിനേക്കാളും അമ്മ സന്തോഷിക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ വളർത്തിക്കൊണ്ട് ചുണ്ടയ്ക്കോ വെണ്ടയ്ക്കോ കൊണ്ട് കൊടുക്കുമ്പോഴാണ്. കാരണം അമ്മ അത് ഈ പറഞ്ഞ കഥകൾ അതുപോലെ വീണ്ടും ആവർത്തിക്കുകയാണ്, ചരിത്രം ആവർത്തിക്കുകയാണ്. അപ്പോൾ അതേപോലെ ആ സമ്പൽ സമൃദ്ധി അമ്മ വീണ്ടും എടുത്ത് കൊണ്ടുവന്നു. അതിപ്പോൾ നമ്മുടെ ആശ്രമത്തിൻ്റെ കാര്യം എടുത്ത് നോക്കിയാൽ നമുക്കറിയാം. ആശ്രമത്തിൽ തന്നെ നമുക്കൊരു കാലത്ത് സ്വയം ഒരു നേരം ആഹാരം കഴിക്കാനുണ്ടായിരുന്നില്ല. അവിടെ അന്തേവാസികളായിട്ട് വന്ന ബ്രഹ്മചാരികൾക്ക് ആഹാരം കൊടുക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. അമ്മ അയൽ വീട്ടുകളിൽ പോയി, അവരുടെ പാവപ്പെട്ട വീട്ടുകാരാണ്, ആ വീടുകളിൽ പോയി പല വീടുകളിൽ നിന്ന് ഭിക്ഷയെടുത്ത് അന്ന് അങ്ങനെ കൊണ്ടുവന്ന അരിയല്ല ചോറ്, ആ ചോറ് പലതരത്തിലുള്ള ചോറുകൾ ഒന്നിച്ചിട്ടാണ് കുട്ടികൾക്ക് ആഹാരം കൊടുത്തിരുന്നത്. അപ്പോൾ സ്വന്തം കഞ്ഞികുടിക്ക് പോലും വകയില്ലാത്തൊരാശ്രമം ഇന്ന് എത്രയോ പേർക്ക് അന്നദാനം ചെയ്യുന്നു, എത്രയോ രോഗികൾക്ക് ആശ്വാസം പകരാൻ സാധിക്കുന്നു. അപ്പോൾ ഈ സമൃദ്ധി എന്ന് പറഞ്ഞത് കുറഞ്ഞ പക്ഷം ആശ്രമത്തിൻ്റെ ഭാഗത്തു നിന്നെങ്കിലും അമ്മയ്ക്ക്, ആ ഗ്രാമത്തിലെങ്കിലും അമ്മയ്ക്ക് കൊണ്ടുവരാൻ പറ്റി. ആ ഗ്രാമത്തിൽ സുനാമിയുടെ ദുഃഖമുണ്ടായി, പക്ഷേ അതിനേക്കാളും സമ്പൽ സമൃദ്ധി അവിടെ കൊണ്ടുവരാൻ സാധിച്ചു. ഒരുപക്ഷെ ഇന്ന് ആ കുടിലില്ലാത്തൊരു തീരദേശ ഗ്രാമമായിരിക്കാം പറയക്കടമെന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ അമ്മയ്ക്കിത് ഈ പറഞ്ഞ കഥകളെ വീണ്ടും നമ്മുടെ ഈ കാലഘട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിന് നമ്മൾ ദൃക്സാക്ഷികളാവുകയാണ്. അപ്പോൾ ഇത് ദൃക്സാക്ഷികളാകുമ്പോഴാണ് ഈ കഥകളിൽ പറഞ്ഞ ബാക്കി കാര്യങ്ങൾ അതുപോലൊക്കെ തന്നെ സംഭവിക്കും എന്നുള്ളൊരു വിശ്വാസം നമുക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ദേവി എന്നൊക്കെ പറഞ്ഞാൽ ഒരു മിത്താണ്, ഒരു സങ്കല്പമാണ്, ഒരു പിന്തിരിപ്പൻ ബൂർഷ്വാ ചിന്താഗതിയാണ് എന്നൊന്നും അല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ഇത് ഒരു കഥാരൂപത്തിൽ പറഞ്ഞിരിക്കുന്നു. ഇതേപോലെയാണ് ഇനി ഭാവിയിലും സംഭവിക്കാൻ പോകുന്നത്. ഇത്രയൊക്കെ സംഭവിച്ചു, ഇനി ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നു, ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ അതാണ് നമ്മൾ ഈ കഥയിൽ നിന്ന് നവരാത്രി കാലത്ത് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട കാര്യം. കാരണം ഇത് നമ്മളിന്ന് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൻ്റെ ചരിത്രമാണ് പറയുന്നത്. ഈ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൻ്റെ ചരിത്രം അന്ന് ഋഷിമാർ പറഞ്ഞു വെച്ചിരിക്കുന്നത്, അന്നത്തെ ശൈലിയിൽ പറഞ്ഞു വെച്ചിരിക്കണം, അത്രയേ ഉള്ളൂ. അന്ന് ദേവന്മാരുടെയും അസുരന്മാരുടെയും കഥകളാണ് പുരാണങ്ങൾ പ്രധാനമായിട്ട് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് ആ ശൈലിയിൽ ആ കഥ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ.
ആശയത്തിന് വ്യത്യാസമൊന്നുമില്ല, ആശയങ്ങൾക്ക് ഒന്നും പ്രസക്തിയുണ്ട്. അപ്പോൾ ദുർഗമ്മൻ ഇങ്ങനെ പരമാവധി ദേവി ലോകത്തിൻ്റെ ദാരിദ്ര്യം കഷ്ടപ്പാടാദ്യം മാറ്റി, അതിനുശേഷം ദുർഗമ്മനെ നേരിട്ട് വധിച്ചു. അങ്ങനെ ദുർഗ എന്നുള്ള പേര് നേടി. അതാണ് കഥ. ഞാൻ പറഞ്ഞ കഥയുടെ ചുരുക്കം പറയുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ അറിവിൻ്റെ മേലുള്ള ആധിപത്യം, ഈ അറിവിൻ്റെ മേലുള്ള ആധിപത്യം അവസാനിക്കാതെ, പണ്ട് കാലത്തെ ഈ ഗുരുകുലങ്ങളൊന്നും അറിവിൻ്റെ മേലുള്ള ആധിപത്യം ആർക്കും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അറിവിൽ എല്ലാവർക്കും സ്വന്തം, ആർക്ക് വേണമെങ്കിലും ഒരു ഗുരുവിൻ്റെ അടുത്ത് പോയിട്ട് അറിവ് സ്വായത്തമാക്കാൻ സാധിക്കുമായിരുന്നു, വിദ്യ ആർജിക്കാൻ സാധിക്കുമായിരുന്നു. പിൽക്കാലത്താണ് ജാതീയമായ വേർതിരിവുകളും വർണ്ണത്തിൻ്റെ പേരിലെ വേർതിരിവുകളൊക്കെ ഉണ്ടായി വന്നു. അപ്പോൾ തൊട്ട് നമ്മുടെ സംസ്കാരം ക്ഷയിക്കാൻ തുടങ്ങി. നമ്മുടെ സംസ്കാരത്തിൽ ക്ഷയം ഉണ്ടായത് തന്നെ അതുകൊണ്ടൊക്കെ തന്നെയാണ്. അപ്പോൾ എപ്പോഴൊക്കെയാണ് അറിവ് നമ്മൾ സ്വന്തമാക്കാൻ ശ്രമിച്ചത്, അപ്പോൾ തൊട്ടൊക്കെ ഈ ധർമ്മത്തിന് ക്ഷയം സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ മഹാഭാരതത്തിൻ്റെ ചരിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ അവിടെയും ദ്രോണർ വിദ്യ ചിലർക്ക് കൊടുത്തു, ചിലർക്ക് കൊടുത്തില്ല. അവിടെയൊക്കെ ഇങ്ങനെ സ്വന്തമായിട്ട് ആ വിദ്യ ആർജിച്ച് വയ്ക്കാൻ ശ്രമിച്ചു. അപ്പം കർണൻ പരശുരാമൻ്റെ അടുത്ത് വിദ്യ നേടാൻ ശ്രമിച്ചു. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ കാണുന്ന കഥ ഇതൊക്കെയാണ്. അറിവിൻ്റെ മേലുള്ള ആധിപത്യം എപ്പോഴൊക്കെ അറിവ് ചില സ്വകാര്യ സ്വത്തായിട്ട് വയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ ഇങ്ങനൊരു സംഭവം, ഇതേപോലെ പരിവർത്തനം സംഭവിച്ചിട്ടുണ്ട്. അന്ന് മഹാഭാരത യുദ്ധത്തിന് ശേഷം നമ്മൾ മഹാഭാരത കാലത്ത് അനേകം അസ്ത്രങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ബ്രഹ്മാസ്ത്രം, നാഗാസ്ത്രം എന്നൊക്കെ പറഞ്ഞ് പലതരം അസ്ത്രങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഈ അസ്ത്രങ്ങളുടെയൊക്കെ പ്രത്യേകത, ബ്രഹ്മാസ്ത്ര സ്ഥലത്ത് ബ്രഹ്മാസ്ത്രമൊക്കെ പ്രയോഗിക്കുകയാണെങ്കിൽ അവിടെ 12 വർഷത്തേക്ക് പിന്നെ ആ ഭാഗത്ത് മഴയെ പെയ്യത്തില്ല എന്നാണ് പറയുന്നത്. കഠിനമായ വരൾച്ച, നാശം, ആ പ്രദേശം മുഴുവൻ മരുഭൂമിയായി മാറിപ്പോകും. അപ്പോൾ അത്രയധികം നാശനഷ്ടം വിതയ്ക്കാൻ കഴിവുള്ള, ഒരു അണുബോംബിനേക്കാളും നാശനഷ്ടം വിതയ്ക്കാൻ കഴിവുള്ള ഒന്നായിരുന്നു ബ്രഹ്മാസ്ത്രം എന്ന് പറഞ്ഞത്. പക്ഷേ ഇന്ന് ഈ പറയുന്ന ബ്രഹ്മാസ്ത്രം ഒന്നും നമ്മൾ കേട്ടിട്ടുള്ള അല്ലാതെ ആർക്കെങ്കിലും ബ്രഹ്മാസ്ത്രത്തിൻ്റെ രഹസ്യം അറിയത്തില്ല. കാരണം ഇതറിയുന്ന ആ വംശം മുഴുവൻ നശിച്ചു. ഒരുപക്ഷെ അശ്വത്ഥാമ മാത്രമായിരിക്കും ജീവിച്ചിരിപ്പുള്ളൂ. ആ കാലഘട്ടത്തിലുള്ള ചിരഞ്ജീവിയായിട്ടാണ് അശ്വത്ഥാമനെ പറയുന്നത്. പക്ഷേ അശ്വത്ഥാമാവ് ജീവിച്ച് തന്നെ 5000 വർഷത്തേക്ക് ഈ തലയിലെ മുറിവിൽ ഉണങ്ങാതെ ആ നിത്യമായ വേദന തിന്നുകൊണ്ട് ആ മനുഷ്യനെ ജീവിക്കാനാണ് വിടുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു അറിവ്, അന്നത്തെ കാലഘട്ടത്തിലുള്ള അറിവ് മുഴുവൻ അതോടുകൂടി ആ മഹാഭാരത യുദ്ധത്തോടുകൂടി തുടച്ചു നീക്കപ്പെട്ടു. അപ്പോൾ ആ അറിവിൻ്റെ മേലുള്ള കുത്തകളും തീർന്നു അതോടുകൂടി. ഇനിയും നമ്മൾ ബ്രഹ്മാസ്ത്രത്തെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിൽ നമ്മൾ ആദ്യം തൊട്ട് സ്വയം ആ അറിവ് നേടിയെടുക്കണം. നമ്മൾ സ്വന്തം നേടിയെടുത്തേ പറ്റുള്ളൂ. അതേപോലെ മറ്റ് അനേകം വിദ്യകൾ, അക്കാലത്ത് നിലവിലുണ്ടായിരുന്ന അനേകം വിദ്യകളെക്കുറിച്ചുള്ള അറിവുകൾ നമുക്കിന്നില്ല. അതെല്ലാം നമുക്ക് ആദ്യം തൊട്ട് വീണ്ടെടുത്താലേ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനൊരു മാറ്റം സംഭവിച്ചു. അത് ആണ് മഹാഭാരതം ചിത്രീകരിച്ചിരിക്കുന്നത്. അതേപോലൊരു മാറ്റത്തിൻ്റെ കാലഘട്ടത്തിലാണ് നമ്മളിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്.